ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. സഞ്ജു സാംസന്റെ IPL ഭാവി എന്താകും? ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. സഞ്ജു RR വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകും എന്നൊക്കെയുള്ള റൂമറുകൾ കുറച്ച് നേരത്തെ തന്നെ വന്നതാണ്. പക്ഷേ ആ ഒരു റൂമറുകൾക്കൊന്നും വ്യക്തമായൊരു സോഴ്സോ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമോ ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ ESPN ക്രിക്കറ്റ് ഇൻഫോയിലും അതുപോലെ തന്നെ ക്രിക്ക് ബസിലും ഒക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞു. അതായത് അടുത്ത സീസണിന് മുന്നോടിയായിട്ട് തന്നെ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു ടീമിലേക്ക് ട്രേഡ് ചെയ്യുകയോ ചെയ്യാൻ സഞ്ജു സാംസൺ ആവശ്യപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനുള്ള റീസൺ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് സഞ്ജു സാംസന്റെ IPL കരിയറിലെ തന്നെ മോശം സീസണുകളിൽ ഒന്നായിരിക്കും. അതിൽ തന്നെ ഇഞ്ചുറി വേട്ടയാടി, അതായത് അത്യാവശ്യം നന്നായി കളിച്ചൊരു ഇന്നിങ്സിൽ തന്നെ ആ ഇഞ്ചുറി കാരണം പുറത്തു പോകേണ്ടി വന്നു. പിന്നീട് പല മത്സരങ്ങളും കളിച്ചില്ല. ആ കളിക്കാതിരുന്ന സമയത്ത് വൈഭവ് സൂര്യവംശി ടീമിൽ എത്തുകയും ഓപ്പണറായിട്ട് ജയ്സ്വാളിനൊപ്പം എത്തുകയും അതുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അങ്ങനെ സഞ്ജു തിരിച്ചു വന്നപ്പോൾ സഞ്ജു തന്റെ പ്രിഫറബിൾ പൊസിഷനായ, അതായത് ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പൊസിഷനെ ഓപ്പണിംഗിലല്ല മറിച്ച് വൺ ഡൗൺ ആണ് വന്നത്. ഇപ്പോൾ ഇവിടെ പറയാമോ സഞ്ജു ഒരു യുവതാരത്തിന് അവസരം കൊടുത്തു എന്നൊക്കെ പറയാമെങ്കിലും ലോങ് റണ്ണിൽ സഞ്ജുവിന്റെ ഒരു ഇന്ത്യൻ കരിയറിന് അത് വ്യക്തമായിട്ട് ഗുണം ചെയ്യില്ല. ഇപ്പോൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെയാണ് അങ്ങനെ ഒരു ടീമിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരു യുവതാരത്തിന് വേണ്ടിയോ ചെയ്തതെങ്കിൽ അവർ T20 സെറ്റപ്പിൽ കളിക്കുന്ന സമയം അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം രോഹിത് 3 നമ്പർ കളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വിരാട് കോഹ്ലി ഓപ്പണിംഗ് 3 നമ്പർ അങ്ങനെ മാറി കളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം അവർ ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടീമിൽ ഷുവർ ഷോട്ടാണ്. ഇനിയിപ്പം IPL അവർ ഏത് സ്ലോട്ടിൽ കളിച്ചാലും ഇന്ത്യൻ ടീമിൽ അവരുടെ പ്രിഫറബിൾ സ്ലോട്ടിൽ കിട്ടും. എന്നാൽ സഞ്ജുവിന്റെ കാര്യം അങ്ങനെയല്ല. കാരണം ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സഞ്ജുവിന് ആ ഒരു ലോങ് റോപ്പ് എന്ന് പറയാവുന്ന ഒരു അവസരങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റു പ്ലേയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ Abhishek Sharma ഇപ്പോൾ T20 1 നമ്പർ ബാറ്ററാണ്. അതുപോലെ തന്നെ ജയ്സ്വാൾ ഉണ്ട്, ഗില്ലുണ്ട്, ഗെയ്ക്വാദ് ഉണ്ട്. അങ്ങനെ നിരവധി ഓപ്ഷനുകൾ ഇങ്ങനെ ഒരു ഇന്ത്യൻ ടീമിനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മോശം പ്രകടനം അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ മാറി ബാറ്റ് ചെയ്യുന്ന സഞ്ജുവിനെ സാരമായി ബാധിച്ചേക്കാം. അത് ഒരു റീസൺ മാത്രമാണ്. പിന്നെ RRലുള്ള പവർ സ്ട്രഗിൾസിനെയൊക്കെ പറ്റി കുറെ വാർത്തകൾ വന്നിരുന്നു. അതായത് സഞ്ജു പോയ സമയത്ത് ജയ്സ്വാളിനെ ക്യാപ്റ്റൻ ആക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ റിയാൻ പരാഗ്, അതായത് ജയ്സ്വാളിന്റെ അത്രയും ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത റിയാൻ പരാഗിനെയാണ് അവർ പ്രിഫർ ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു കാലത്ത് സഞ്ജു RR എന്ന് പറഞ്ഞാൽ സഞ്ജു എന്ന് പറഞ്ഞാൽ RR എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നു. അതായത് കുറെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ വന്നപ്പോഴാണ് ഒടുവിൽ സഞ്ജു ടീം വിടാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇനി എല്ലാവരും പറയുന്ന പോലെ സഞ്ജു CSKയിലേക്ക് എന്ന് പറയാമെങ്കിലും അത് അത്ര എളുപ്പമല്ല. അതിന് കാരണം എന്ന് പറയുന്നത് IPLലെ ഈ ഒരു പ്ലെയർ ട്രേഡ് അല്ലെങ്കിൽ പ്ലെയർ ഓപ്ഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. അതായത് പ്ലെയേഴ്സിന് ഇവിടെ ചോയ്സ് ഇല്ല. ഇപ്പോൾ ഫുട്ബോളിന്റെ കാര്യത്തിലാണെങ്കിൽ രണ്ട് ടീമുകൾ തമ്മിൽ ചർച്ച നടത്തുന്നു. അത് ഓക്കെ ആയാൽ അവർ പ്ലേയേഴ്സും പ്ലെയറിന്റെ ഏജന്റും ഒക്കെ ആയിട്ട് ചർച്ച നടത്തുന്നു. അങ്ങനെ രണ്ട് കൂട്ടർക്കും താല്പര്യമാണെങ്കിൽ മാത്രമേ ഫുട്ബോളിൽ ഒരു ട്രാൻസ്ഫർ നടക്കൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ഓപ്ഷനിൽ ഒരു ടീമുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മുടെ സഞ്ജുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ 3 വർഷത്തേക്ക് സഞ്ജു RRന്റെ പ്ലെയർ ആണ്. അപ്പോൾ ഇനി 2 വർഷമാണ് കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളത്. ഈ സമയത്ത് എനിക്ക് ചെന്നൈ പോകണം അല്ലെങ്കിൽ എനിക്ക് RCBയിൽ പോകണം എന്ന് പറയാൻ സഞ്ജുവിനോ അല്ലെങ്കിൽ ഏതൊരു പ്ലെയറിനോ കഴിയില്ല. ഇപ്പോൾ ഇനി താല്പര്യമില്ലെങ്കിൽ വേറൊരു ടീമിനെ ട്രെയിനിന് വിളിക്കാം. അത് ഫ്രാഞ്ചൈസിക്ക് ഓക്കെ ആയാലും അത് RRന് ഓക്കെ ആയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അല്ലാതെ സഞ്ജുവിന്റെ അഭിപ്രായത്തിന് അവിടെ ഒരു ചോയ്സും ഇല്ല. വേണമെങ്കിൽ ഇനി സഞ്ജു എത്ര പോകണം എന്ന് പറഞ്ഞാലും വേണമെങ്കിൽ അവർക്ക് നിർബന്ധിച്ച് നിർത്താനും പറ്റും. അതായത് ഇനി ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു ചോയ്സ് ഇല്ല. അതാണ് ഈ ഒരു IPLന്റെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ചോദ്യം ഇവിടെ വരുന്നത്, അതായത് താല്പര്യമില്ലാത്ത പ്ലെയർ, ഈ ഒരു സെറ്റപ്പിൽ തുടരാൻ താല്പര്യമില്ലാത്ത ഒരു പ്ലെയറിനെ നിർബന്ധിച്ച് നിർത്തണോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ ഒരു ടീമും അങ്ങനെ നിർബന്ധിച്ച് നിർത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ആ ഒരു ഡ്രസ്സിംഗ് റൂം ക്ലൈമറ്റ് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡ്രസ്സിംഗ് റൂം ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ബെസ്റ്റ് പെർഫോമൻസ് വരാനുള്ള ഇതിലൊന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ അൺഹാപ്പി ആയിട്ടുള്ള താരത്തെ നിലനിർത്തിയേക്കില്ല. അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ടീം നിലനിർത്തുക. അപ്പോൾ ഇനിയിപ്പോൾ CSKയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ CSKക്ക് തീർച്ചയായിട്ടും സഞ്ജുവിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു ഓൾ ക്യാഷ് ട്രേഡ്, സഞ്ജു എന്ന് പറഞ്ഞാൽ 18 കോടി വിലയുള്ള പ്ലെയർ ആണ്. അപ്പോൾ ഒരു ഓൾ ക്യാഷ് ട്രേഡിന് സാധ്യതയില്ല. അതുപോലെ തന്നെ ഒരു മറ്റൊരു പ്ലെയറിനെ, അതായത് സഞ്ജുവിന്റെ സ്റ്റാച്ചറിലുള്ള ഒരു പ്ലെയറിനെ തന്നെ തിരിച്ച് വേണമല്ലോ. അല്ലെങ്കിൽ അത് പ്ലെയർ പ്ലസ് ക്യാഷ് ഡീലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒട്ടും എളുപ്പമാവില്ല. ഇനി ഓപ്ഷനിൽ പോയാൽ തന്നെ ജസ്റ്റ് ഇപ്പം CSKയുടെ ഒഫീഷ്യൽ പറഞ്ഞ പോലെ ഓപ്ഷനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം അന്ന് ബിഗ് പേഴ്സ് ഉള്ള ടീം ഏതാണെന്ന് വെച്ചാൽ ആ ടീം സഞ്ജുവിനെ കൊത്തിക്കൊണ്ടു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സഞ്ജുവിന്റെ ഇനി ഫസ്റ്റ് പ്രിഫറൻസ് ചോയ്സ് CSK ആണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ടീം വന്നു കഴിഞ്ഞാൽ സഞ്ജുവിന് ആ ടീമിൽ കളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പല ഓപ്ഷനാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് RRന് സഞ്ജുവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞേൽപ്പിച്ച് നിർത്താം. പക്ഷേ ഇത്രയും വാർത്തയായ സ്ഥിതിക്ക് അതിന് സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നീട് മറ്റ് പല ടീമുകളുമായിട്ടും RR ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു മൂല്യമുള്ള പ്ലെയർ, ഒരു സ്റ്റാച്ചറും ഒരു ടീമിന്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ കൊണ്ട്
പെട്ടെന്നൊരു ട്രേഡ് നടക്കാൻ സാധ്യതയില്ല. കുറേ ഡിസ്കഷൻസ് ഒക്കെ ശേഷമായിരിക്കും ട്രേഡ് നടക്കുന്നത്. ഇനി ട്രേഡ് നടന്നില്ലെങ്കിൽ ഓപ്ഷനിൽ പോയാൽ നമുക്കറിയാലോ അന്നത്തെ ദിവസം ആർക്ക് ബിഗ് പേഴ്സ് ഉണ്ടോ അവർ കൊണ്ടുപോകും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ സഞ്ജു ലേലത്തിൽ വന്നു കഴിഞ്ഞാൽ സഞ്ജുവിനും കാമറോൺ ഗ്രീനിനും വേണ്ടിയായിരിക്കും ഏറ്റവും വലിയ ബിഡിങ് നടക്കുക. അല്ലെങ്കിൽ കാമറോൺ ഗ്രീൻ തന്നെ ആവും മിക്കവാറും മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ മിനി ഓപ്ഷനിൽ, ഇനി ഡിസംബറിൽ എന്തോ വരുന്ന മിനി ഓപ്ഷനിൽ. അപ്പോൾ എന്തായാലും IPL സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ടൈംസിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്നാലും നിങ്ങളുടെ അഭിപ്രായം, സഞ്ജു ഏത് ടീമിലായിരിക്കും പോവുക, അല്ലെങ്കിൽ സഞ്ജുവിനെ ഏത് ടീമിലാണ് കാണാൻ നിങ്ങളുടെ ആഗ്രഹം എന്ന് കമന്റ് ചെയ്യുക. ഇനി CSK സെറ്റപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ കരിയറിന് എന്തായാലും ഗുണമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.